ഹലോ ഫ്രണ്ട്സ്, കുക്ക് ആൻഡ് ട്രാവൽ വിത്ത് രവിതയുടെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ആക്കാൻ പോകുന്നത് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കുക്കർ ബിരിയാണിയാണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതാക്കി കൊടുക്കാൻ പറ്റും. ഒട്ടും ടേസ്റ്റ് കുറവില്ല. നമ്മൾ നോർമൽ ബിരിയാണി ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റിൽ നല്ല അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ നമ്മൾക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. എടുത്ത് വെച്ചിരിക്കുന്നത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് മാറിനേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു വലിയ ടേബിൾ സ്പൂൺ അതായത് അരക്കപ്പിൽ കുറവ് തൈര് എടുത്തിട്ട് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിയില, അതിൻ്റെ പകുതി പുതിനയില, ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പൂടെ ആഡ് ചെയ്തിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കുറച്ച് നേരം ഒരു അരമണിക്കൂറോളം നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇനി ഞാൻ ഇതിനായിട്ട് 3 കപ്പ് ജീരകശാല റൈസാണ് എടുത്തിരിക്കുന്നത്. ഒരു 2 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു 3-4 പച്ചമുളക് എരിവിനനുസരിച്ച് ചേർക്കാം. നിങ്ങൾക്ക് എരിവ് കുറഞ്ഞ പച്ചമുളകാണെങ്കിൽ 5-6 എടുക്കാവുന്നതാണ്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എടുത്തു വെച്ച അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. സോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 4 സവാള ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ച ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുക്കുക. തക്കാളി നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ബിരിയാണി ആക്കി തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു കുക്കറാണ് എടുത്തിരിക്കുന്നത്. ആ കുക്കറിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം. അതിലേക്ക് ഞാനൊരു 2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആകെപ്പാടെ ഇതിന് ഇത്രയും ഓയിലും നെയ്യും ഒക്കെ ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അതാണ് ഈ ബിരിയാണിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി അതിലേക്ക് നമ്മൾ 4 സവാളയാണല്ലോ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അതിൻ്റെ നേർ പകുതി എടുത്തിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞു വെച്ച് അതെടുത്ത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നോർമൽ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ബിസ്തി ഉണ്ടാക്കുന്നത് നല്ലപോലെ ഓയിലെടുത്തിട്ട് അതിൽ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് അത്യാവശ്യം നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് മാറ്റി വെക്കുക. ആ ഓയിലിൽ തന്നെ കുറച്ച് ക്യാഷ്യൂം കിസ്മിസും കൂടെ വറുത്തെടുക്കുക. ഇനി നമ്മൾ ബാക്കി വന്നിരിക്കുന്ന നമ്മുടെ സവാള അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് വെച്ചിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഉപ്പെല്ലാം നോക്കിയിട്ട് ആവശ്യാനുസരണം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. അത് വഴറ്റിയതിന് ശേഷമാണ് തക്കാളി ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി തക്കാളി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്കതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ടുള്ള നമ്മളുടെ ചിക്കന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. നമുക്കിതൊന്ന് കവർ ചെയ്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോഴേക്ക് ചിക്കൻ ഒരു പകുതിയോളം വെന്ത് വരും. നമുക്ക് അരിയിലേക്ക് ചേർക്കാനുള്ള വെള്ളം തിളപ്പിക്കാം. ഞാനൊരു 3 കപ്പ് അരി എടുത്തിരിക്കുന്നത് കൊണ്ട് ഞാനൊരു 3 കപ്പ് വെള്ളമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിലേക്ക് ആവശ്യാനുസരണം ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചിക്കൻ പകുതിയോളം വെന്തിട്ടുണ്ട്. അതിലേക്ക് ബാക്കി വന്ന പിസ്ത ചേർത്ത് കൊടുക്കുക. ഒരു 1 ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക. കുറച്ച് നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ ഞാനിവിടെ ബിരിയാണി മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ അതില്ലെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുത്താലും മതിയാവും. കുറച്ച് പുതിനയിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കുക. എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക.
ചിക്കൻ വെന്ത് കഴിയുമ്പോൾ, പകുതിയോളം വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ അടിയിൽ വെള്ളം ഉണ്ടാവണം. ചിക്കൻ വറ്റിപ്പോകാൻ പാടില്ല. ഇനി നമുക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. മിക്സ് ചെയ്യാൻ പാടില്ല. ഇനി അതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന 3 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പിട്ട വെള്ളമാണത്. നമുക്കിതിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഒരു വിസിൽ വന്നിട്ടുണ്ട്. നമ്മൾ അടിപൊളി ബിരിയാണി റെഡിയാണ്. നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് തന്നെ ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ബിരിയാണിയാണ്. ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസവും ഇല്ല. നല്ല ടേസ്റ്റാണ്. നമുക്കിനി അതിലേക്ക് പിസ്തയും പിന്നെ കുറച്ച് കാഷ്യൂ, കിസ്മിസ് എല്ലാം നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം ചേർത്ത് കൊടുക്കുക. മല്ലിയില വെച്ചിട്ട് ഗാർണിഷ് ചെയ്യുക. അപ്പം നമ്മളുടെ അടിപൊളി ടേസ്റ്റിൽ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു ബിരിയാണിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരേക്കും ബൈ.